നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അമ്പത് വർഷം പിന്നിട്ട ഒരു വിജയഗാഥയുടെ കഥ പറയുകയാണ് ഇത്തവണ ഹരിതം സുന്ദരം. കൊല്ലത്ത് ഇത്തിക്കരയാറിൻ്റെ തീരത്ത് ആയൂരിൽ കളക്റ്റീവ് ഡയറി ഫാം സൊസൈറ്റി എന്നൊരു സംഘടനയുണ്ട്. 654ഓളം അംഗങ്ങൾ അതിലുണ്ട്. എല്ലാവർക്കും ചെറിയ ഓഹരികൾ. ഒരു കാലത്ത് വമ്പൻ ക്ഷീരവ്യവസായം നടന്ന ഈ സ്ഥലത്ത് ഇന്ന് ഒന്നുമില്ല എന്ന് പറയരുത്. വികസിക്കാൻ അനവധി സാധ്യതകളുള്ള ഒരു ക്ഷീരസംരംഭം ഇപ്പോഴും ഇവിടെയുണ്ട്. ഇനിയും മുന്നേറാനുള്ള ഇച്ഛാശക്തിയുമുണ്ട്. കാണാം ഇത്തിക്കരയാറിൻ്റെ തീരത്ത് നിന്നും ആയൂർ കളക്റ്റീവ് ഡയറി ഫാമിൻ്റെ വിജയഗാഥ. ഹരിതം സുന്ദരം. ഇത്തിക്കരയാർ അങ്ങനെയാണ്. തീരത്ത് അനവധി ജീവിതങ്ങൾ നൽകി അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. 1974 ഇത്തിക്കരയാറിൻ്റെ തീരത്ത് ഒരു വലിയ കൂട്ടായ്മയുണ്ടായത്. അന്ന് ഏകദേശം 50ഓളം പേർ മാത്രം. ആറിൻ്റെ തീരത്തെ റോമാപ്പള്ളിയായിരുന്നു കേന്ദ്രം. അവിടെ പ്രദേശവാസികൾക്ക് ഒരു ജീവിതം നൽകാൻ ഹാരിസ് അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു ഒരു ഡയറി ഫാം. സമാന ചിന്താഗതിക്കാരായ കുറേയധികം പേരെ ചേർത്തു. കുറെ പൈക്കളെയും വാങ്ങി. കാലാന്തരത്തിൽ അതൊക്കെ പൊളിഞ്ഞുപോകും എന്ന് പലരും കരുതി. എങ്കിലും അതിന്റെ നായകത്വം പിടിച്ച് കുണ്ടൂർ വീട്ടിൽ പ്രഭാകരൻ പിള്ള ഇന്നും നടക്കുന്നു. തുടർച്ചയായി 3 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. കോപ്പറേറ്റീവ് കളക്റ്റീവ് ഡയറി ഫാം സൊസൈറ്റി എന്നാണ് ഇന്ന് ഈ സ്ഥാപനത്തിന്റെ പേര്. മലബാർ മിൽമയ്ക്കായി തെക്കൻ കേരളത്തിലെ ഒരു നോഡൽ ഏജൻസി കൂടിയാണ് ഇന്ന് ആയൂർ കോപ്പറേറ്റീവ് കളക്റ്റീവ് ഡയറി ഫാം. പൈക്കളുടേതായി കേവലം ഒരു ഫാം തുടങ്ങുക മാത്രമായിരുന്നില്ല ലക്ഷ്യം. ക്ഷീരകർഷകർക്ക് വേണ്ട സർവ്വതും കിട്ടുന്ന ഒരിടമുണ്ടാകണം. എങ്കിലും അതിന് ആദ്യം വേണ്ടത് നന്നായി നടത്തുന്ന ഒരു ഫാം തന്നെ. പരമ്പരാഗത രീതിയിലായിരുന്നു ഫാമിന്റെ സൗകര്യങ്ങൾ. ഒന്നാന്തരം ഒരു കൂടാരം തന്നെ അന്ന് ഇത്തിക്കരയാറിന്റെ തീരത്ത് തീർത്തു. ഓട് മേഞ്ഞതാണ് കൂടാരം. അവിടെ പൈക്കൾക്ക് ഉറച്ചു നിൽക്കുവാൻ കോൺക്രീറ്റ് തറകൾ തീർത്തു. വായു അനായാസേന ഒഴുകിപ്പോണം. അതുകൊണ്ട് തന്നെ എങ്ങും മറയില്ല. 21 അടിയോളം പൊക്കമുണ്ട് മേൽക്കൂരയ്ക്ക്. മച്ച് ഓടായതുകൊണ്ട് അധികം ചൂട് തങ്ങി നിൽക്കില്ല. കമ്പിവലകൾ തീർത്ത് അതിർത്തി ഭദ്രമാക്കി. ഇരപിടിയന്മാർക്കും മറ്റും എളുപ്പത്തിൽ ഫാമിൽ എത്താൻ കഴിയില്ല. ഫാമിൽ നല്ല പൈക്കളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായി. കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ സഹായിച്ചെങ്കിലും അധിക പൈക്കളും അന്യസംസ്ഥാനത്ത് നിന്നാണ് ഇവിടെ എത്തിയത്. ഒക്കെയും സങ്കര ഇനം പൈക്കൾ. ഹോൾസ്റ്റൈൻ ഫ്രീസിയനും ജേഴ്സിയും സുനന്ദിനിയുമൊക്കെ കൂട്ടത്തിലുണ്ട്. 2 ഡസനോളം നല്ല കറവ പൈക്കൾ എപ്പോഴും ഫാമിലുണ്ടാകും. അവർക്ക് വേണ്ടതെല്ലാം വേണ്ടപ്പോൾ നൽകുവാൻ ജീവനക്കാരുണ്ട്. ആയൂർ കോപ്പറേറ്റീവ് കളക്റ്റീവ് ഡയറി ഫാം ഇന്ന് ഒരു പ്രദേശത്തിന്റെ പാൽക്കുടം തന്നെയാണ്. ആയൂരിലെ പ്രധാനപ്പെട്ട വീടുകളിലെല്ലാം കളക്റ്റീവ് ഡയറി ഫാമിന്റെ പാൽ എത്തുന്നുണ്ട്. 9 അംഗ ഭരണസമിതിയാണ് കളക്റ്റീവ് ഡയറി ഫാമിനുള്ളത്. അതിന്റെ മേൽനോട്ടമാകട്ടെ ക്ഷീരവികസന വകുപ്പിനും. ആറിന്റെ തീരത്തെ 12 ഏക്കർ സ്ഥലം വെറുതെ കളഞ്ഞില്ല. പൈക്കളെ നിലനിർത്തി ക്ഷീരവ്യവസായം നിലനിർത്തണമെങ്കിൽ അനുബന്ധ മേഖല കൂടിയായ പുൽകൃഷി പുരോഗമിക്കണം. അതിനായി കേരള കന്നുകാലി വികസന ബോർഡ് സഹായത്തിനെത്തി. 10 ഏക്കറോളം വരുന്ന വിശാലമായ ഒരു പുൽത്തോട്ടം തന്നെ ഫാമിൽ നിർമ്മിച്ചു. കോങ്കോ സിഗ്നലാണ് പ്രധാന ഇനം. ഫാമിൽ നിന്നുള്ള സ്ലറി തന്നെയാണ് അവർക്ക് ചൈതന്യമായി നിൽക്കുന്നത്. CO3യും CO5യും ഒക്കെ കൃഷി ചെയ്തു. കോയമ്പത്തൂരിൽ നിന്നാണ് അതിന്റെ വിത്തുകൾ എത്തിച്ചത്. മഴക്കാലത്ത് ഇരച്ചു കയറും അവർ. ഓരോ 45-ാം പക്കവും കൊയ്ത്തുണ്ട്. പുല്ല് കൃത്യമായി മുറിച്ച് തൊഴുത്തിലെത്തിക്കുവാൻ ജീവനക്കാരുടെ ഒരു നിരയുണ്ട്. അതൊക്കെയും കൃത്യമായി മുറിച്ച് കെട്ടി തലച്ചുമടാക്കി ഫാമിലെത്തിക്കും. പുൽക്കെട്ടുകൾ
ഫാമിലെത്തുന്നതോടെ പൈക്കൾ സജീവമാകും. പൈക്കൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് പച്ചപ്പുല്ല് തന്നെയാണ്. കറവയ്ക്കും ശരീരം നിലനിർത്താനുള്ള ജലാംശത്തിനുമെല്ലാം പച്ചപ്പുല്ല് നല്ലത് തന്നെ. പ്രതിദിനം 30 കിലോയോളം പച്ചപ്പുല്ല് ആരോഗ്യമുള്ള പൈക്കൾക്ക് വേണം. അതൊക്കെയും കൃത്യമായി നൽകുവാൻ ഫാമിൽ സൗകര്യമുണ്ട്. പുൽസദ്യ കൂടാതെ സാന്ദ്രീകൃത തീറ്റയും പൈക്കൾക്കുണ്ട്. പെല്ലറ്റ്, തവിട്, ബിയർ വേസ്റ്റ് എന്നിവ ചേർന്നതാണ് സാന്ദ്രീകൃത തീറ്റ. നേർത്ത പുൽത്തുണ്ടുകളും ധാന്യവുമൊക്കെ അടങ്ങുന്നതാണ് ബിയർ വേസ്റ്റ്. നാരുകളാൽ സമൃദ്ധം, ഉയർന്ന ധാന്യത്തിന്റെ കലവറയും. പാലളവിനനുസരിച്ചാണ് സാന്ദ്രീകൃത തീറ്റ. ഓരോ ലിറ്റർ പാലിനും 400 ഗ്രാം വേണം. തവിടാകട്ടെ ഉന്നതമായ ജീവകത്തിന്റെ ഉറവിടവും. എല്ലാം സമൃദ്ധമായി ചേരുമ്പോഴേക്കും തീറ്റ റെഡിയാകും. കൃത്യമായ പാത്രങ്ങളിൽ അതൊക്കെയും പൈക്കൾക്ക് മുന്നിലെത്തിക്കുവാൻ ജീവനക്കാരുണ്ട്. വിശാലമായ ഫാം സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കറവ മെഷീനും പാത്രങ്ങളുമൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേക ഒരിടമുണ്ട്. കൂടാതെ പിറന്നു വീഴുന്ന പശുക്കുട്ടികൾക്ക് പാർക്കാൻ മറ്റൊരിടവും. ഹോൾസ്റ്റൈൻ ഫ്രീസിയനാണ് പ്രധാന താരം. അയർലൻഡുകാരാണ് ഹോൾസ്റ്റൈൻ പൈക്കൾ. പാൽക്കറവ നീണ്ടു നിൽക്കുന്ന ഇനമാണ് ഹോൾസ്റ്റൈൻ. പാൽ ദിനങ്ങൾ അല്പം കുറഞ്ഞാലും സുഗന്ധമുള്ള പാൽ എന്ന പ്രത്യേകതയുണ്ട് ജേഴ്സിക്ക്. കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നവരാണ് സുനന്ദിനി പൈക്കൾ. ജേഴ്സിയുടെയും ഹോൾസ്റ്റൈന്റെയും സുനന്ദിനിയുടെയും ഒരു മിശ്രിതം തന്നെ ഫാമിലുണ്ട്. രാവിലെ 5-നും ഉച്ചയ്ക്ക് 2-നുമാണ് കറവ. മിൽക്കിംഗ് മെഷീൻ അഥവാ കറവയന്ത്രം ഉപയോഗിച്ചാണ് കറവ. 10 ലിറ്ററോളം പാലുള്ള പൈക്കളെ കറക്കുവാൻ കേവലം 5 മിനിറ്റ് മതി മെഷീന്. വാക്വം സംവിധാനത്തിലാണ് മെഷീൻ പ്രവർത്തിപ്പിക്കുക. ടീറ്റ് കപ്പുകളും പൾസേറ്ററുകളും മെഷീനിലുണ്ട്. ഓരോ മിനിറ്റിലും 52 പ്രാവശ്യം മിടിക്കുന്ന സങ്കോച വികാസങ്ങൾ കൊണ്ട് ടീറ്റ് കപ്പുകളും പൾസേറ്ററുകളും കറവ സാധ്യമാക്കും. പാൽ കറന്നെടുത്താൽ അത് ഭംഗിയായി അരിച്ചാണ് എത്തിക്കുക. പ്രാദേശിക വിപണനമാണ് ഏറെ. ബാക്കിയുള്ളവ പൂങ്കോട് സംഘത്തിലും അളക്കുന്നുണ്ട്. ആയൂരിലെ കളക്റ്റീവ് ഡയറി ഫാമേഴ്സ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് നായകൻ ശ്രീ ജെ പ്രഭാകരൻ പിള്ള നമ്മുടെ പോട്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. നമസ്കാരം. കുണ്ടൂർ പ്രഭാകരൻ പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നായക റോളിൽ നിൽക്കുന്ന ഒരാളാണ്. അക്കാലത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു സ്ഥാപനം? 50 വർഷം പിന്നിടുന്ന അക്കാലത്ത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു രൂപീകരണം? എങ്ങനെയായിരുന്നു ഇത്? ഒരു നായർ തറവാട്ടിലെ ഭൂമിയായിരുന്നു. അന്ന് ഈ പ്രദേശത്തെ റോമാപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുടെ അച്ഛൻ, പിന്നെ ആരീസ് എന്നാണ് എനിക്ക് പറയാനറിയാവൂ. ഞങ്ങളൊക്കെ വിളിക്കുന്ന ആരീസ് അച്ഛൻ എന്നാണ്. അതെ. ആ അച്ഛൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം അനുസരിച്ച് ഒരു 10 ഏക്കർ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങളെല്ലാവരും അതിൽ ചെറിയൊരു ഷെയറൊക്കെ എടുത്ത് ഇവിടെ ഈ 10-12 ഏക്കർ സ്ഥലം ആയൂർ, ആയൂരല്ല, ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തിക്കര ആറിൻ്റെ 3 സൈഡ് ചേരുന്ന ഒരു സൈറ്റ് കണ്ടെത്തുകയും അന്ന് ഇവിടെ കന്നുകാലികളെ വളർത്തുകയും ആ സ്ഥാപനം, ഈ കളക്റ്റീവ് ഡയറി ഫാം എന്ന് പറയുന്ന സ്ഥാപനം അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കൂടി തുടങ്ങിയതാണ്. അന്നാരായിരുന്നു ഇതിൻ്റെ അച്ഛനായിരുന്നു? അച്ഛനായിരുന്നു ഇതിൻ്റെ പ്രസിഡൻറ്റും എല്ലാം. പിന്നീട് എപ്പോഴാണ് അച്ഛൻ ഇതിൽ നിന്ന് വിട്ടുമാറിയത്? അച്ഛൻ കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരന് ഈ നാട്ടിൽ നിന്ന് പോയി. ഈ നാട്ടിൽ നിന്ന് പിന്നെ അഞ്ചലിനപ്പുറത്ത് ഒരു പള്ളിയിൽ പോയതിന് ശേഷം ഈ ഞങ്ങളോടൊക്കെ പറഞ്ഞ അനുസരിച്ച് ഇതൊരു സൊസൈറ്റിയായി രൂപീകരിക്കുകയും ഇവിടെ അന്ന് തൊട്ട് കന്നുകാലികളെ വളർത്തുകയും ഈ പാല് ഉൽപ്പാദിപ്പിച്ച് ഈ നാട്ടുകാർക്ക് വിതരണം നടത്തുകയും ബാക്കി വരുന്ന പാല് അന്ന് ഈ ആയൂരെ പാൽ സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ പാൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലും അവിടെ കൊടുക്കുകയും ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന പാല് കൊണ്ട് അവിടെ പാൽ ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിതരണം നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എത്രത്തോളം പശുക്കളൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്? തുടങ്ങിയ സമയത്ത് ഒരു 10-50 പശുക്കളാണ് തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ കറവയൊക്കെ ആയി വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം
രണ്ടാമത് 90 പശുക്കളും 10 എരുമകളും എല്ലാം കൂടെ ചേർന്ന് ഒരു 100 പ്രോജക്റ്റ് തയ്യാറാക്കി ഇവിടെ ഒരു കാലം അതിൻ്റെ കെയർഓഫിൽ നടന്നിരുന്നു. അന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ പശുക്കളെയും എരുമയൊക്കെ വാങ്ങിച്ചത്. അത് കുറേ പ്രയോജനപ്പെടുകയും കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പം അത് പ്രയോജനം ഇല്ലാതെ പോയി അതിനെയൊക്കെ വിൽക്കേണ്ടിയൊക്കെ വന്നു. സ്ഥിരം തൊഴിലാളികളായി 3 പേർ ഫാമിലുണ്ട്. മേൽനോട്ടക്കാരനായി മറ്റൊരു മാനേജരും. എങ്കിലും എല്ലാത്തിൻ്റെയും നേരിട്ടുള്ള ചുമതല സെക്രട്ടറി രാജലേഖയ്ക്കാണ്. ആയൂർ കളക്റ്റീവ് ഡയറി ഫാമേഴ്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി രാജലേഖ നമ്മോടൊപ്പം ഉണ്ട്. രാജലേഖയുമായി ചില വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം രാജലേഖ. നമസ്കാരം സർ. ഒരു ദിവസം ഈ ഫാമിൻ്റെ ഒരു പ്രവർത്തനം തുടക്കം മുതൽ എങ്ങനെയാണ്, എത്ര മണിക്കാണ് ആരംഭിക്കുക? രാവിലെ 3 മണിയാകുമ്പോൾ നമുക്ക് ഷെഡിലെ ജോലി ആരംഭിക്കും. ആരംഭിച്ച് പാല് ബില്ലെഴുതാനായിട്ട് ഷെഡ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട്. അവൻ്റെ പേര് സല്ലെന്നാണ്. രാവിലെ 5 മണി തൊട്ട് ഇവിടുന്ന് പാല് സെയിലുണ്ട്. ലോക്കൽ സെയിൽ ഒരു ഏകദേശം ചില ദിവസങ്ങളിൽ ഫുള്ള് പാലും നമുക്ക് തീരും. നമുക്കിപ്പോൾ 70 ലിറ്ററോളം പാലാണ് രാവിലെ കിട്ടുന്നത്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല എങ്കിലും. എന്നിട്ട് രാവിലെ തന്നെ അവർ പശുവിനെ കുളിപ്പിച്ച് ചാണകം നീക്കിയാണ് ഷെഡിലെ ജോലി തന്നെ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ പാലെടുക്കുന്ന കാര്യത്തിലും പാത്രങ്ങളും എല്ലാം നല്ല ഹൈജീനിക്കായിട്ട് തന്നെ ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ബാക്കി വരുന്ന പാല് നമ്മുടെ സൊസൈറ്റിയിൽ പൂങ്കോട് സംഘത്തിലാണ് നമ്മൾ പാല് കൊടുക്കുന്നത്. പാലിൻ്റെ ഈ പ്രാദേശിക വിപണനത്തിന് എത്ര രൂപ കിട്ടും? പ്രാദേശിക വിൽപ്പന 60 രൂപയ്ക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് മാക്സിമം 48, 50 രൂപ വരെ മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട്. എത്രത്തോളം തൊഴിലാളികൾ വെച്ചാൽ ഇത് മാനേജ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പം സ്ഥിരം ജീവനക്കാർ സെക്രട്ടറി എന്നുള്ള ഞാൻ പോസ്റ്റ് മാത്രമേ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള താൽക്കാലിക ഡെയിലി ശമ്പളത്തിലാണ്. 2 പുല്ലിറക്കുന്ന 2 പേര്, പിന്നെ ഷെഡ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഒരാളെന്ന് വെച്ചാൽ അയാൾ വിത്ത് ഫാമിലിയാണ്. കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു പോകുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് അടുത്ത് ഉച്ചക്കലത്തെ സെയിലുണ്ട്. അത് ഫുള്ള് പാലും മിക്ക ദിവസങ്ങളിലും നമുക്കിവിടെ തന്നെ സെയിലാകുന്നുണ്ട്. സ്ഥിരമായി ഇവിടുന്ന് പാല് വാങ്ങിക്കുന്നവർ നമ്മുടെ ഇവിടുന്ന് തന്നെ പാല് വാങ്ങത്തുള്ളൂ. നിങ്ങൾ നല്ല പശുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പശുക്കളെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ശരാശരി 20 ലിറ്റർ പാലെങ്കിലും കിട്ടുന്ന പശുക്കളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ഇപ്പം ഒരു സമയം നമ്മൾ എല്ലാത്തിനും ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പശു പ്രസവിച്ച് ഇങ്ങനെ വയ്യാതായി കഴിഞ്ഞിട്ട് അവരതിനെ നമുക്ക് ഇൻഷുർ PTD ചെയ്ത് തന്നില്ല. പിന്നെ നല്ല പശുവായിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞാൽ അത് എഴുന്നേറ്റില്ല. നമ്മളതിനെ പിന്നെ കളയേണ്ടി വന്നു. ഇത് ഈ പശുക്കളുടെ എണ്ണം കൂട്ടിയാൽ ഒരുപക്ഷെ കുറച്ചുകൂടി ലാഭത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയും. തീർച്ചയായിട്ടും പറ്റും. പശുക്കളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഫാം ലാഭത്തിൽ തന്നെ പോകും. എന്നുവെച്ചാൽ ഈ ജോലിക്കാരിൽ എണ്ണം കൂട്ടുക എന്ന് വെച്ചാൽ ഷെഡ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഒരാളെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ മതി. ഇപ്പം തന്നെ ഇവർക്ക് കിട്ടുന്നത് നല്ല ശമ്പളമാണ്. അവരാദ്യം വരുന്ന സമയത്തിൻ്റെ അതേ ശമ്പളം തന്നെ നമ്മളിപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. നല്ല ബൈക്കുകളെ തിരഞ്ഞെടുത്ത് ഫാമിലെത്തിക്കുവാൻ സംഘത്തിന് പ്രത്യേക ബിരുദുണ്ട്. അകിടിൻ്റെ ആകൃതി, പ്രസവത്തിൻ്റെ എണ്ണം, കൊമ്പിൻ്റെ നീളം, കുളമ്പുകളുടെ ബലം ഇവയൊക്കെ നോക്കിയാണ് പൈക്കളെ തിരഞ്ഞെടുക്കുക. ഉടൽബലവും ആകൃതിയുമൊക്കെ പ്രധാനം തന്നെ. തുടുത്ത പാൽഞരമ്പുകളുള്ള പൈക്കളാണ് ഉയർന്ന കറവക്കാർ. അതുകൊണ്ട് തന്നെ അവയെ തിരഞ്ഞെടുക്കുന്നതിൽ ബിരുദ് വേണം. വൃത്തിയും വെടിപ്പും എപ്പോഴും ഫാമിലുണ്ടായിരിക്കണം. യഥേഷ്ടം വായുസഞ്ചാരം തൊഴുത്തിലുറപ്പിക്കുവാൻ പങ്കകളുടെ പ്രവർത്തനമുണ്ട്. പ്രഷർ ഹോസുകൾ ഉപയോഗിച്ചാണ് വൃത്തിയാക്കൽ. ശക്തിയായ ജലപ്രവാഹം എല്ലാത്തിനെയും മായ്ച്ചു കളയും. വാലോട് വാൽ ക്രമീകരണമാണ് പൈക്കൾക്കായി ഫാമിലുള്ളത്. എനിക്ക് തോന്നുന്നു 14 ഏക്കർ സ്ഥലമുണ്ട്. 14 ഏക്കർ സ്ഥലമാണ്. 14 ഏക്കറോളം പ്രമാണമുണ്ട്. അതിൽ ഇത്തിക്കര ആറിൻ്റെ തീരത്താണ്. എപ്പോഴും വെള്ളം കിട്ടുന്നൊരു സ്ഥലമാണ്. പുൽകൃഷിക്കൊക്കെ ധാരാളം സാധ്യതയുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഫാം ഇനിയൊന്ന് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യേണ്ടതല്ലേ? വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം എല്ലാം ഉണ്ട്. പിന്നെ ഇതൊരു വ്യക്തിയല്ലല്ലോ നടത്തുന്നത്. അതെ. അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾ 9ഓളം അംഗങ്ങളുണ്ടല്ലേ? ഉണ്ട്. 9 അംഗങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ 654ഓളം വരുന്ന മെമ്പർമാരുണ്ട്. ഉണ്ട്. അവരുടെ എല്ലാം ചെറിയൊരു ഓഹരി ഇതിലുണ്ട്. അവരുടെ ചെറിയൊരു ഓഹരിയുണ്ട്. ആ ഓഹരി കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് കന്നുകാലികളെ വളർത്താൻ പറ്റും. സർക്കാർ എന്തെങ്കിലും സഹായം നൽകുമെന്ന്? സർക്കാർ സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അത് ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനകത്ത് നിർത്തി സർക്കാർ ചെയ്യുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ കന്നുകാലികളെ വളർത്തിയാൽ അന്ന് ഒരു പശുവിന്
60 രൂപ 70 60,000 രൂപ 70,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചാൽ അത് ഒരു കറവ കഴിയുമ്പം ആ പശുക്കൾ 4-1 വിലയായി കുറയും. അത് ഒരു കറവയോ 2 കറവയോ കഴിയുമ്പം ആ പശുക്കളെയൊക്കെ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാനേ പറ്റും. ഇറച്ചി വിലയ്ക്ക് കൊടുക്കേണ്ടി വരും. അതിന് തുച്ഛമായ വിലയെ കിട്ടും. അപ്പോൾ ഒരു 10 പശുവിനെ വിറ്റാൽ പിന്നെ 1-2 കറവ പശുവിനെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പം എന്നാലും അന്നത്തെ കാലത്തെ പശുക്കളും ഇപ്പോഴത്തെ പശുക്കളും തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ കറവയിൽ? അത് വ്യത്യാസമുണ്ട്. അന്ന് അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയത് നാടൻ പശുവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജേഴ്സി വന്നു. ജേഴ്സിക്ക് മുമ്പ് വേറൊരു ഹോൾസ്റ്റൈൻ വന്നു, ബ്രൗൺ സ്വിസ് വന്നു. അതൊക്കെ വന്നതിന് ശേഷം അവസാനം ഇപ്പം ഓട്സ് പശുക്കളാണ് കൂടുതലായിട്ടുള്ളത് നിൽക്കുന്നത്. അതിന് ഇപ്പം നിലവിൽ പാലും ഉള്ളൂ. ആ പാലിന് കൊഴുപ്പുള്ളതാണ്. സൊസൈറ്റിയിലൊക്കെ ഒരുവിധം മാന്യമായ വില കിട്ടുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണ്. മിൽമയുടെ മലബാർ മേഖലാ യൂണിയന്റെ നോഡൽ ഏജൻസി കൂടിയാണ് ഇന്ന് ഫാം. ഒരു ഫാം സജ്ജീകരണത്തിന് ആവശ്യം വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. സങ്കരയിനം പൈക്കളുടെ കുളമ്പ് കേക്ക് പോലെയാണ്. അത് പൊട്ടിപ്പോയാൽ എല്ലാം തീർന്നു. അവർക്ക് ആടിയുലഞ്ഞു നിൽക്കുവാനായി റബ്ബർ മെത്തകൾ വേണം. റബ്ബർ മാറ്റുകളുടെ ഒരു നീണ്ട ശൃംഖല തന്നെ ഫാമിലുണ്ട്. പുൽത്തോട്ടം ക്ഷീരസവര്യയുടെ അനുബന്ധ മേഖലയാണ്. പുൽത്തോട്ടത്തിലേക്ക് ചാണക സ്ലറി എത്തിക്കുവാനായി സ്ലറി പമ്പുകൾ വേണം. വിവിധ അളവുകളിലുള്ള സ്ലറി പമ്പുകൾ ഫാമിലുണ്ട്. ഇനി പുല്ലെടുത്ത് നേരിട്ട് നൽകണ്ട. പുല്ല് തുണ്ടം തുണ്ടമായി മുറിച്ചാൽ മുഴുവനും പൈക്കൾ ഉപയോഗിക്കും. അതിനായി തുണ്ടം തുണ്ടമായി പുല്ലിനെ മുറിക്കുന്ന ചാഫ് കട്ടർ രംഗത്തുണ്ട്. 5 പൈക്കളിൽ കൂടുതൽ വളർത്തുന്നവർക്ക് മിൽക്കിംഗ് മെഷീൻ അഥവാ കറവയന്ത്രം നിർബന്ധമാണ്. വിവിധ പാറ്റേണുകളിലുള്ള കറവയന്ത്രങ്ങളുടെ നീണ്ട നിരയും ഫാമിലുണ്ട്. 5 പതിറ്റാണ്ട് കൈപിടിച്ച് നടന്ന പ്രസ്ഥാനത്തെ ഇപ്പോൾ നായക നിരയിൽ നിന്ന് നയിക്കുമ്പോൾ അഭിമാനമുണ്ട്. അക്കാര്യങ്ങൾ പ്രസിഡന്റ് കൂടിയായ ജെ പ്രഭാകരൻ പിള്ള തുറന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു നല്ല ഇത്രയും വർഷം 1974 മുതൽ ഇത്രയും നാൾ ഇതിൻ്റെ ഒരു പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു 74 ഞാൻ പ്രസിഡന്റ് അല്ല എങ്കിൽ പോലും പിന്നീട് ഒരു സുദീർഘമായ കാലം ഇതിൻ്റെ പ്രസിഡന്റായിട്ട്. ഇനി ഇതൊരു ഒരു 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 എന്താ ഒരു പുതിയ ഒരു നായകനെ ഏൽപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതിന് വിരോധമൊന്നുമില്ല. ഒരാൾ ആരെങ്കിലും പിന്നെ ചുമതലയേറ്റ് വന്നാൽ ഈ സ്ഥാപനം നന്നാക്കാൻ ആരെങ്കിലും മുൻകൈ എടുത്ത് ഇപ്പോൾ ഈ 654 വരുന്ന അംഗങ്ങളിൽ നിന്ന് ഒരു കൂട്ടം നല്ല ചെറുപ്പക്കാർ വന്നാൽ ഇത് നല്ല രീതിയിൽ നടക്കും എന്ന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പലരും എല്ലാവരും പിന്നെ അവരവരുടെ ജീവിതമാർഗം നോക്കി പോകുന്നവരാണ്. ഇത് പണ്ടത്തെ പോലെ സംഘശക്തി ഇല്ല. അതിന് മറ്റൊരു കാര്യം, ഇതിനകത്തുനിന്ന് വലിയ പ്രതിഫലമൊന്നും കിട്ടാനില്ല. ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് കിട്ടാനില്ല. അത് ആരും വെറുതെ വന്ന് സേവനം നടത്താൻ ഇന്നത്തെ കാലത്ത് തയ്യാറല്ല. എങ്കിലും അങ്ങനെ ഒരു സംഘം മുന്നോട്ട് വന്നാൽ ഇത് മെച്ചപ്പെട്ടു പോകും. അങ്ങനെ ഒരു സംഘം, അങ്ങനെ ഒരു കുറേ ആൾക്കാർ ഇത് മെനക്കെട്ട് വന്നാൽ മെച്ചപ്പെട്ടു പോകാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. പക്ഷേ അതിന് ഒരുവിധപ്പെട്ടവരാരും അവരുടെ കൈവശമുള്ള സമ്പത്ത് ഇതിനു വേണ്ടി മുടക്കാൻ, കാരണം ഇതിനകത്തൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു ഹരിതസുന്ദരം പരിപാടി അതിനുകൂടി സഹായകരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ. ഒന്നിച്ചു നിന്നാലാണ് വിജയം. സംഘടിത ശക്തി കൊണ്ട് ക്ഷീരസപര്യയുടെ കൊടിയടയാളങ്ങൾ തീർക്കുന്ന കളക്റ്റീവ് ഡയറി ഫാമിന് നേരാം ഭാവുകങ്ങൾ.